എൻ്റെ മോനെ ആ ജോലി കിട്ടാനുള്ള നോട്ട്സും ആ കോച്ചിങ്ങും തന്ന സാധാരണ എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോന് ഒരു ജോലി കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട്, പക്ഷെ മോനെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സഹാരി. അത് എന്നും ഞങ്ങൾ മരിക്കണവരെയും അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. വലിയ സന്തോഷമാണ്. ഇന്ന് സഹകാരി റേസ് പ്ലസ് ഉള്ളത് വടക്കം പറവൂരിലാണ്, എറണാകുളം ജില്ലയിലെ. CSCB റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു സക്സസ് സ്റ്റോറി സീരീസ് ആണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തി വേറെ ആരുമില്ല, നവീനാണ്. നിലവിൽ നമ്മുടെ വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു അല്ലേ മോനെ? അതുപോലെ പൊയ്യയിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിൽക്കുകയാണ് നവീൻ. അപ്പോൾ നവീൻ്റെ പഠന വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നവീനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കിൽ പറഞ്ഞാൽ, ഫോണിൽ കൂടെ നമ്മൾ ഓരോ തവണ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നവീൻ റെൻഡർ ചെയ്യുന്ന ഒരു എനർജി കൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നവീൻ എത്തിപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൺലൈനോ ഓഫ്ലൈനോ അതൊന്നും ആവശ്യം, ഓഫ്ലൈൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈൻ ആയാലും നന്നായിട്ട് ചെയ്തു തന്നാൽ മതിയാവല്ലടാ. അതെ. ഓക്കെ. അപ്പോൾ നവീൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നിലവിലെത്തി നിൽക്കുന്ന ആ ഒരു സക്സസ് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ആദ്യമായിട്ട് നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത വീട്ടിലുള്ള ആൾക്കാർ, പിന്നെ അതേപോലെ തന്നെ സഹകാരിനോട് ഒരു വലിയൊരു നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കോളേജിൽ കൊറോണ സമയത്ത് പഠിച്ചതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമ്മൾ ആ ഒരു മൈൻഡിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്താൽ എങ്ങനെയായിരിക്കും, എനിക്ക് ഡെയിലി പോയി പഠിക്കണത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഒരു ഓൺലൈനായിട്ട് പഠിച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വലിയ ടെൻഷനിലാണ് ഞാൻ സഹകാരിയിൽ എടുക്കുന്നത് തന്നെ. പിന്നെ എക്സാം ആകുമ്പോഴേക്കാണെങ്കിലും അവിടെ എക്സാം എഴുതിയൊരു എത്ര പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത്രമാത്രം ഞാൻ എക്സാം എഴുതി ശീലിച്ച്. കാരണം എനിക്കൊരു ടെൻഷനാണ് ഇങ്ങനെ എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണതായിരിക്കും, തെറ്റ് പറ്റും. എന്നാലും നമ്മൾ എഴുതി വരുമ്പോഴേക്കും തെറ്റ് പറ്റാതിരിക്കാനായിട്ടുള്ള കുറേയൊക്കെ ഒരുപാട് സഹായിച്ചത് സഹകാരിന്. ഇങ്ങനെ നമ്മൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും എത്തൂല എന്നുള്ള ഒരു തെളിവായിരുന്നു ഇത്. കാരണം നമ്മൾ ആദ്യത്തെ ഒരു 2 എക്സാം എഴുതിയിട്ട് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ടെൻഷനാണ്. പക്ഷെ എന്നാലും ഇത് അങ്ങനെ ഒരു ഇതിൽ എഴുതി അത്യാവശ്യം നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റി. ഇങ്ങനെ ഒരു അപ്പോൾ എന്തായാലും എനിക്ക് നമ്മൾ വിളിക്കുമ്പോഴത്തേക്കേ ഉള്ളൊരു ആഗ്രഹമാണ് ഇവിടെ വന്ന് നിന്നെ കാണണം എന്നുള്ളത്. വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല, നമ്മൾ വഴിയിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നവീൻ്റെ സക്സസ് മേക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും 2 പേരാണ്, അവൻ്റെ അമ്മയും അച്ഛനുമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വീട്ടിലേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനെയും കാണാനാണ്, നിന്നെ കാണാനല്ല. അപ്പം നീ കറക്റ്റ് അമ്മയും കൊണ്ട് തന്നെ വന്നു, സന്തോഷം. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ അഡ്വൈസ് കൊണ്ട് അച്ഛൻ്റെ അമ്മേനെ കൈ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ ഒരു ഫീലുണ്ട്. കാരണം എനിക്ക് 21ാമത്തെ വയസ്സിലേക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു സന്തോഷം അമ്മയുടെ മുഖത്ത് കാണാൻ പറ്റുന്നതാണ്. അമ്മ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ അംഗൻവാടി വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ നിലവിലുള്ള ഒരു അതാണ് വരുമാനം. അപ്പോൾ മോൻ ഇങ്ങനെ ഡിഗ്രി HDC ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇങ്ങനെ ബാങ്ക് കോച്ചിങ്ങിന് ചേരണം, അപ്പോൾ ഞാൻ ഓൺലൈൻ എടുത്തോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, മോൻ എടുത്തോ, മോന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും, എന്നാൽ കഴിയുന്ന സഹായം. അപ്പോൾ ഇങ്ങനെ സഹാരിയിൽ ഞാൻ ചേരണേണ് അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ചേർന്നോ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചേർന്നവൻ കറക്റ്റായിട്ട് ഓരോ നോട്ട്സും അവൻ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ച് അവിടെ നിന്നുള്ള ആ എപ്പൊ തന്നെ രാത്രി പറയും ഞാൻ സാറിനെ വിളിക്കാൻ പോണേ, സാറിനെ വിളിച്ച് ചോദിച്ചാലേ സമാധാനമുള്ളൂ. അപ്പൊ ആ എൻ്റെ മോന് ആ ജോലി കിട്ടാനുള്ള നോട്ട്സും ആ കോച്ചിങ്ങും തന്ന സാറിന് ആ സാധാരണ എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. എന്താന്ന് വെച്ചാൽ എനിക്ക് 2-3 വർഷം കൂടി ഉള്ളു. അപ്പൊ എൻ്റെ മോന് ഒരു ജോലി കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട്, പക്ഷെ മോനെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഏത് സമയത്ത് നോട്ട് തന്നിട്ട് കോപ്പി എടുത്തോ, അമ്മേ 10 കോപ്പി, അമ്മേ 5 കോപ്പി. അപ്പൊ പൈസയുടെ ഇതൊന്നും ചിന്തിക്കണില്ല, ആകെ ഇത്രയും കിട്ടണം, നമ്മുടെ കുടുംബവും കഴിയണം. എന്നാലും എൻ്റെ മോൻ, ഞാൻ കഷ്ടപ്പെട്ട് പക്ഷെ എൻ്റെ മോൻ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ അതൊന്നും നോക്കാറില്ല. അപ്പൊ അത്തണം വേണോ, ശരി അമ്മോനെ ഞാൻ കൊണ്ടുവന്ന് തരാം. ആ ഒരു ഇതിൽ എൻ്റെ മോൻ പിന്നെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊണ്ട് മാത്രമല്ല, എൻ്റെ മോൻ കഷ്ടപ്പെട്ട് പഠിച്ച് മേടിച്ചെടുത്ത ജോലിയാണ്. ഇപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പിള്ളേർ
വിട്ടുപോണ ഒരു ഏജ് ഗ്രൂപ്പാണ്. കാരണം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ മത്സര പരീക്ഷയ്ക്ക് വരിക, പഠിച്ചു കയറുക എന്ന് പറയുമ്പോഴത്തേക്കും നീ മിടുക്കനാണ്. ഒരുപാട് കാര്യങ്ങൾ മാറി നിന്നിട്ടുണ്ട് കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ആണെങ്കിലേ. അങ്ങനെയൊന്നും പോകൂല. പിന്നെ എനിക്കൊരു ജോലി മേടിക്കണം എന്നുള്ള ഒരു പിന്നെ ആലോചിച്ചുള്ള സമയം പോയി കഴിഞ്ഞ് പിന്നെ ആലോചിച്ചിട്ടില്ല. വേറെ അങ്ങനെ ഇതിലൊന്നും പോകാറില്ല. പിന്നെ കുറച്ച് നാളെ നമ്മൾ കറങ്ങി നടന്ന് പിന്നെ പഠിക്കാന്ന് രണ്ടാമത് നടക്കാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ കോമ്പറ്റീഷൻ ഇത്രയും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സഹകാരി. അത് എന്നും ഞങ്ങൾ മരിക്കണവരെയും അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. വലിയ സന്തോഷമാണ് നമുക്ക് അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക്. അപ്പൊ നവീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ മോനിപ്പോ എത്ര വയസ്സായി? 23 വയസ്സാണ്. അപ്പൊ 21 വയസ്സുള്ള ആൾ ഇപ്പൊ അഡ്വൈസ് മേടിച്ചോട്ടെ. അപ്പൊ ഞാൻ അപ്പൊ എന്നാലും നീ ആ 22 ഇപ്പൊ അഡ്വൈസ് മേടിക്കുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? 23 വയസ്സ് തന്നെ. ഓക്കെ. അപ്പം അതൊരു വലിയൊരു നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന ചെറിയ കുട്ടികൾക്കും അതുപോലെ 2000 ജനിച്ച കുട്ടികൾക്കൊക്കെ ഒരു കൃത്യമായ മോട്ടിവേഷനാണ് നവീൻ്റെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ലക്ഷ്യം ഏർലി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്ത് മുന്നോട്ട് ഒരു കല്യാണമൊക്കെ പതുക്കെ കഴിച്ചാൽ മതി. അതേ കല്യാണം കഴിക്കുന്ന പ്ലാനൊക്കെ തുടങ്ങിയാ മതി. അപ്പോൾ നവീനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ല. നമ്മൾ സഹകാരിയുടെ ആ ഒരു കോച്ചിങ് രീതിയിൽ പ്രത്യേകിച്ച് CSCB എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. കാര്യം പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു മേഖലയാണ്. അത്രയും വേക്കൻസിയും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ കുറച്ച് ആൾക്കാർ വന്നു പഠിക്കുന്നു. ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വരണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ പറ്റും. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ പരീക്ഷകൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഒന്ന് ഡെയിലി എക്സാം ആണെങ്കിലും വീക്ക്ലി എക്സാം ആണെങ്കിലും വീക്കെൻഡ് ട്രോഫി എക്സാം ആണെന്നുണ്ടെങ്കിലും അതുപോലെ മന്ത്ലി ഏത് പരീക്ഷ ആണെന്നുണ്ടെങ്കിൽ തരുന്ന സാധനം കംപ്ലീറ്റ് ചെയ്യാം. അത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിളാണ് നവീൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ മക്കളെ നിനക്ക് നമ്മുടെ കുട്ടിയെ കൊടുക്കാനുള്ള മെസ്സേജ് എന്താ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ 1-2 എക്സാം കിട്ടിയില്ല അല്ലെങ്കിൽ 1-2 മാർക്കിനാ പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിരാശയായിട്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അതിൻ്റെ തൊട്ടും അടുത്തെത്തിയിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, വിജയിച്ച് വരിക. ഓക്കെ, താങ്ക് യു.